മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിലെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ ഇന്നലെ മുതൽ ഒരുപാട് ചർച്ചയാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോഴാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്യണമെന്ന് തോന്നിയത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ രേഖ രതീഷ് പറയുന്ന ഒരു കാര്യം, 9 മാസത്തോളമായിട്ട് ജോലികളൊന്നുമില്ലാതെ, അതായത് ഈ പറയുന്ന ആക്ടിങ് വർക്കുകളൊന്നുമില്ലാതെ ഫ്ലാറ്റിൽ താമസിക്കുകയാണ് രേഖ രതീഷ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ നോക്കുന്നത്, അവൻ്റെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് സൈബർ അറ്റാക്കുകൾ ഒരുപാട് കുമിഞ്ഞു കൂടിക്കൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും രേഖ രതീഷ് ഇന്നലെ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ച ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ അറ്റാക്കുകൾ കൊണ്ട് ജീവിക്കാനായിട്ട് ഒരു ഗതിയുമില്ലാതിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏകദേശം 9 മാസത്തോളം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന സീരിയൽ രംഗത്തായാലും ഈ പറയുന്ന വർക്കില്ലാതെ സ്വന്തം ഫ്ലാറ്റിൽ താമസിച്ച് വരുന്ന രേഖ രതീഷിനെതിരെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വരുന്ന ഒരു വാർത്തയാണ് ഈ പറയുന്ന രേഖ രതീഷ് 5ാമത് ഒരു കല്യാണത്തിലേക്ക് പോകുന്നു. ഇതിനു മുമ്പ് കല്യാണം കഴിച്ച 4 പേരും അത് ഫെയിലിയർ ആയിരുന്നു. ഇത് 5ാമത് കെട്ടാൻ പോവാണ്, ഇവർക്ക് എന്തിന്റെ കേടാണ് 5ാമതൊരു കല്യാണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ്, ഒരു മകനൊക്കെ ഇല്ലേ, അവന്റെ ഭാവി എന്താവും ഇവർ 5ാമത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ഈ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒത്തിരി വീഡിയോസും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. കുറച്ചധികം യൂട്യൂബ് വീഡിയോസും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടായിരുന്നു. അതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ എടുത്തു പറയുന്നത്, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളൊരു കാര്യം, ഇത്തരത്തിൽ ഒരു സ്ത്രീയെ പറ്റി സംസാരിക്കുന്ന സമയത്ത്, അതിപ്പോൾ യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റഗ്രാം പേജുകളായാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായാലും ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് ഷെയർ ചെയ്യുന്നത്? ഈ ഒരു സീരിയൽ ആക്ട്രസ്, അതായത് ഈ പറയുന്ന രേഖ രതീഷ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഏഷ്യാനെറ്റ് സീരിയലിലൊക്കെ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണ്. പരസ്പരം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീരിയലിലൂടെ ഒത്തിരി ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേഖ രതീഷ്. അതുകൊണ്ട് തന്നെ ഇവരെ പോലെ ഒരു വ്യക്തിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സമയത്ത് അതിന് വ്യൂസ് കുറച്ച് കൂടും. അതായത് കുറച്ചുകൂടി ഈ ഒരു ന്യൂസ് പങ്കുവെക്കുന്ന ആ ഒരു പേജിനായാലും ചാനലിനായാലും വ്യൂസ് കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവന്മാർക്ക് നല്ല പണി കൊടുക്കണം. ഈ സ്ത്രീ അറിഞ്ഞിട്ടും കൂടിയില്ല ഈ ഒരു കാര്യം. ഈ ഒരു കൂട്ടം യൂട്യൂബേഴ്സിനും ഇത്തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനുമാണ് ഈ ഒരു സ്ത്രീ ഇപ്പൊ കല്യാണം കഴിപ്പിക്കേണ്ടത്. ഇവർ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും കൂടിയില്ല. ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ.
വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും റീച്ചിനും പൈസയ്ക്കും വേണ്ടി ഇത്തരത്തിലൊരു സ്ത്രീയുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം രേഖ രതീഷ് ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന വീഡിയോസിനെതിരെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഡിയോസ് പങ്കുവച്ചിരിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെതിരെയും കൃത്യമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയി അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഈ പറയുന്ന പോലെ പൈസയ്ക്കും വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഉള്ള തോന്നിയാസമൊക്കെ വിളിച്ചു പറഞ്ഞത് പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് വ്യക്തികൾക്ക് വരും. ഇപ്പൊ രേഖ രതീഷ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ടും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായി. ഒരു സാധാരണക്കാർക്ക് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജനങ്ങൾ ഇത് മനസ്സിലാക്കും? അപ്പോൾ റീച്ചിനും വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കുന്ന ആളുകളെയൊക്കെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരണം. അത് കൃത്യമായിട്ട് ഈ പറയുന്ന രേഖ രതീഷ് അതിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വീഡിയോ ചെയ്യുകയല്ല, ഇത് കൃത്യമായിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്യുക, എനിക്കെതിരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സൈബർ അറ്റാക്ക് വരുന്നുണ്ട്, എനിക്കും എൻ്റെ മകനും ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കംപ്ലൈന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ പോലീസിനും ഗവൺമെന്റിനൊക്കെ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി താരങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ രേഖാ രതീഷിനെ ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ വരുന്ന എത്രാമത്തെ കോൺട്രവേഴ്സി ആണെന്നത്. ഈ ഒരു വാർത്ത ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പക്ഷെ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ചെയ്യാതിരുന്നതിന്റെ ഒരു റീസൺ ഇതിന്റെ ജെനുവിനിറ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കല്യാണമല്ലേ, ചിലപ്പോൾ ആയിട്ടുണ്ടാകും, 5ാമത് കല്യാണം 4ാമത് കല്യാണം അങ്ങനെ ഒന്നുമില്ലല്ലോ, അതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടമാണ്, എത്ര കല്യാണം വേണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഞാനത് ആ വഴിക്ക് വിട്ടതാണ്. പക്ഷെ ഇതിനകത്ത് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ മോശക്കാരിയാക്കാൻ വേണ്ടി ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് ഇപ്പോഴാണ് ഇതിനെപ്പറ്റി മനസ്സിലായത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്